എങ്ങനെ ഇവിടം വരെ എത്തി എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. കാരണം എനിക്ക് വേറെ പ്ലാൻസ് ഒക്കെ ആയിരുന്നു. PG കഴിയുന്നു, PhD ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ലെക്ചറർ ആവുന്നു, അങ്ങനെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഇത് വന്നതിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണോ, അതോ PhD കണ്ടിന്യൂ ചെയ്യണോ. PhD എനിക്ക് ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും PhD ചെയ്യണം എന്നൊക്കെ. അത് നോക്കണോ, അതോ ഇനി വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യണോ എന്നൊക്കെ ഇടയ്ക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ഇപ്പോഴും ചില സമയത്ത് അങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം ഇത് നമുക്ക് ഒരിക്കലും ഇതിനൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഈ ഒരു പ്രൊഫഷന്. നമുക്കിത് എത്ര കാലം, ഇപ്പൊ നമ്മളൊരു 60 വയസ്സ് വരെ അങ്ങനെയല്ലല്ലോ ഇത്. ലിജോ മോൾ നമ്മുടെ കൂടെ. ലിജോ, കുറെ നാളുകളായി ഒരു ഇന്റർവ്യൂവിന് ശ്രമിക്കുന്നു. എത്ര തിരക്ക്? തിരക്കില്ല, ഞാൻ എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ആ സമയത്താണ് കൊടുക്കാറ്. അല്ലാണ്ട് വിശേഷങ്ങളൊന്നും പറയാനില്ല. അല്ല, പ്രൊമോഷൻ സമയത്താണെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ ചെന്നൈയിലായിരിക്കും, അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് ആയിരിക്കും. തമിഴില് ബിസിയാന്ന് തോന്നുന്നല്ലേ? ആ, തമിഴില് അതെ, തമിഴില് കുറച്ചുകൂടി സിനിമകളുണ്ട്. പക്ഷെ മലയാളം ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. ആണോ? തമിഴിനേക്കാൾ ഇഷ്ടം മലയാളം ചെയ്യാനാണ്. പക്ഷെ തമിഴിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസും അവിടെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ചുകൂടി സ്പെഷ്യൽ അല്ലേ? ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാളത്തില് വരുന്നുണ്ട്, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ലിജോ പല ഇന്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വയം ഒരു ആക്ടറാന്ന് പറയാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു എന്ന്. ഇപ്പം ഒരു ആക്ട്രസ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്തോ? ഇപ്പൊ കുഴപ്പമില്ലാത്തൊരു ആക്ടറാണെന്ന് തോന്നാറുണ്ട്. അത് ഏത് മൊമെന്റില്ല, അല്ലെങ്കിൽ ഏത് സിനിമയ്ക്ക് ശേഷം തോന്നി ആണല്ലേ? ഇപ്പൊ ജയ്ഭീമിനെ കുറിച്ച് ഒരുപാട് പേര് എത്രയോ സംസാരിച്ചിട്ടുള്ള സിനിമയാണ്. എന്നാൽ പോലും ഇപ്പം സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ആളുകൾ പറഞ്ഞ അതൊന്നുമല്ല. അതിനുശേഷം ഇത്രയും നാൾക്ക് ശേഷം നോക്കുമ്പോഴേ ജയ്ഭീമിന്റെ ഒരു ടേക്ക് അവേ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? മേ ബി ഞങ്ങൾ ഗോ ത്രൂ ചെയ്ത എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ കുറെ ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 1.5 മാസം ഞങ്ങൾക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ യൂഷ്വലി ആക്ടിങ് എന്നുള്ളതിനേക്കാളും അവരുടെ കൂടെ ജീവിച്ച ആ ഒരു 1.5 മാസം ഞങ്ങൾ അവരുടെ കൂടെ തന്നെയായിരുന്നു. അവരുടെ ഡെയിലി റുട്ടീൻസ് എന്താണോ, അവരുടെ ലൈഫ് എന്താണോ, അത് ഫോളോ ചെയ്യുക, അവരുടെ കൂടെ ട്രാവൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേറൊരു സിനിമയൊന്നും കിട്ടിയിട്ടില്ല. അത് തന്നെ ആയിരിക്കും അതിൽ നിന്നുള്ളൊരു. ഇപ്പൊ ഈ ഭക്ഷണം തന്നെയാണെങ്കിലും അവരുടെ ഭക്ഷണം കഴിക്കുക, എലിയടക്കം കഴിച്ചു നോക്കുക, അപ്പൊ അതിനൊന്നൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. കാരണം നമ്മളൊക്കെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എലി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എലിയെ കഴിക്കുക എന്നാണ് ആദ്യം നമ്മൾ വിചാരിക്കുക. പക്ഷെ പിന്നെ അത് എങ്ങനെയാണ് അവര്, അതായത് എലി എന്ന് പറയുന്നത് അവരെല്ലാ എലിയും കഴിക്കില്ല, ഒരു പെർട്ടിക്കുലർ എലിയുണ്ട് അതിനെ കഴിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ അവർ കഴിക്കുക എന്നൊക്കെ ഉള്ളതിന് അതിനെ കുറിച്ചിട്ടൊക്കെ അവരിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതും നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും അങ്ങനെ മാറിയെന്നല്ല. അവരുടെ കൂടെ ഈ പറഞ്ഞ പോലെ ഇത്രയും നാള് നമ്മൾ നിൽക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം നമ്മൾ കണ്ട് അങ്ങനെ നമുക്ക് ഗ്രാജുവലി വന്നൊരു കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നിയ മൊമെന്റ് ആണ്. അതുകൊണ്ട് അതൊരു പെട്ടെന്ന് ഓക്കെ ഇല്ല കുഴപ്പമില്ല അങ്ങനെയല്ല. ഓക്കെ. ഈ അവരുടെ ലൈഫായി ബന്ധപ്പെട്ട് ഇപ്പം സിനിമയിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, പക്ഷെ അതിനപ്പുറം ആയിരിക്കുമല്ലോ അവരുടെ ലൈഫ്. ഈ 1.5 മാസം അവരെ കൂടുതൽ അറിയാനൊക്കെ പറ്റിയിട്ട് അവരുടെ ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു പാഠം അല്ലെങ്കിൽ ഏറ്റവും ടച്ച് ചെയ്ത മൊമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും പറയാൻ എന്തായിരിക്കും? ടച്ച് ചെയ്ത മൊമെന്റ് എന്ന് പറയണമെങ്കിൽ ഇപ്പം നമ്മളാണ് ഇപ്പൊ ഇരുളർ എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങനെ കണ്ടിട്ടാണ്. അപ്പൊ എനിക്ക് ഇരുളർ കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ അവരുടെ കൂടെ ജീവിച്ച സമയത്താണ് നമ്മൾ മനുഷ്യരാണ് ഈ പറഞ്ഞതുപോലെ ഈ വേർതിരിവുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ വന്നത്. കാരണം എനിക്കിപ്പോൾ ഈ ചോദിച്ചപ്പോൾ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് വന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന എന്തോ ഒരു പാട്ടിന്റെ ഒരു സീക്വൻസ് ആണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഷോട്ട് എടുക്കുക. അപ്പൊ അതിന് കുറെ ടേക്സ് പോയി, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് സിങ്ക് ആവുന്നില്ല. അപ്പൊ അങ്ങനെ ടേക്സ് പോകുന്നവരും നമുക്ക് തന്നിരുന്ന ഫുഡ് കഴിഞ്ഞത് കഞ്ഞി എന്തോ ആണ്. അപ്പൊ അതിങ്ങനെ കഴിഞ്ഞു. അപ്പം അടുത്ത ടേക്കിന് മുന്നേ എന്റെ പാത്രത്തിലുണ്ടായിരുന്ന കഞ്ഞി കഴിഞ്ഞു. അപ്പൊ ഞാൻ കഞ്ഞി എന്നുള്ളത് പ്രൊഡക്ഷൻ അവരോട് പറഞ്ഞ സമയത്ത് എന്റെ ഇപ്പുറത്തിരുന്ന പയ്യൻ അവൻ കഴിച്ചോണ്ടിരുന്ന പാത്രത്തിൽ നിന്ന് അതേ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് എന്റെ പാത്രത്തിലേക്ക് എനിക്ക് എന്നെ എന്താ അണ്ണി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അണ്ണി കൈകൊണ്ട് അങ്ങനെ കോരി അവന്റെ പാത്രത്തിൽ നിന്ന് എന്റെ പാത്രത്തിലേക്ക് ഇട്ടത്. അപ്പൊ ഒരു മൊമെന്റിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായി. കാരണം പൊതുവേ നമ്മൾ ആരും അങ്ങനെ പെട്ടെന്ന് നമുക്ക് കുറെ എന്താ പറയുക, നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ അങ്ങനെ തന്നാൽ ചിലപ്പോൾ കഴിച്ചേക്കാം, അങ്ങനെയും കഴിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ എനിക്ക് ഒരു മൊമെന്റ് എന്താ ചെയ്യണ്ടേ, അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി, ശരിയാണ്
അവരും ഞാനും തമ്മിൽ ഒരു വേർതിരിവ് അവര് കാണുന്നില്ല. അപ്പൊ എന്റെ മനസ്സിലാണ് അതുള്ളത് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് ആ മൊമെന്റിലാണ്. പിന്നെ അത് ഓക്കെയാണ്, എനിക്ക് ഞാനത് കഴിച്ചു, അത് തന്നെയാണ് കഴിച്ചത്. അപ്പൊ അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. എത്ര സത്യസന്ധമായിട്ടല്ലേ അവർ ജീവിക്കുന്നത്. അവർ അണ്ണീന്നാണ് വിളിക്കുന്നത്. അണ്ണീന്ന് വെച്ചാൽ ചേട്ടന്റെ ഭാര്യയാണ് അണ്ണീന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ അവരെന്നെ അങ്ങനെ തന്നെ കണ്ടത് കൊണ്ടാണ് അങ്ങനെ ഒന്നും അവർ ആലോചിച്ചിട്ടില്ല ഇതൊരു സിനിമയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ആക്ടേഴ്സ് ആണെന്നൊന്നും അവർ ആ സമയത്ത് അവൻ ആ മൊമെന്റിൽ വിചാരിച്ചിട്ടില്ല. അവൻ എന്നെ അങ്ങനെ തന്നെ കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ഫുഡ് തന്നത്. അപ്പൊ അതെനിക്കൊരു വലിയ റിയലൈസേഷൻ ആയിരുന്നു. യെസ്. ഇപ്പം പാർവതി എന്ന് പറഞ്ഞ പാർവതി അമ്മേനെ ഒരു സ്റ്റേജ് ഷോയിൽ കണ്ടല്ലോ, ഒരു അവാർഡ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ സംസാരിക്കുകയൊക്കെ ഉണ്ടായോ? ഇല്ല, അതിനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട എന്തോ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇത് ലേറ്റ് ആയി. അവാർഡ് ഫംഗ്ഷൻസ് ആണ്, അപ്പൊ പറഞ്ഞതിലും കുറെ സമയം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതേപോലെ പാർവതി അമ്മ അവിടെ വരും എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. അപ്പോഴാണ് ആദ്യം കാണുന്നത്. എന്നോട് ഷൂട്ടിന് മുന്നേ ഞാൻ ചോദിച്ചിരുന്നു ഒരു പ്രാവശ്യം എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ വേണ്ട, അത് കാണാതെ ആളെ കാണാതെ നീ പെർഫോം ചെയ്താൽ മതി എന്നുള്ളത് ഡയറക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സ്റ്റേജിൽ വെച്ച് കണ്ടു എന്നല്ലാണ്ട് പിന്നെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ. ഈ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പൊ ഈ മെത്തേഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ചില ഹോളിവുഡ് സ്റ്റാർസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ 2 വർഷമൊക്കെ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി പ്രിപ്പറേഷൻ എടുക്കും. പിന്നെ അവർക്കത് മടുക്കും, എക്സോസ്റ്റഡ് ആവും. ചിലർ സിനിമ നിർത്തുകയാണ് എന്ന് വരെ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സെങ്കേരി എന്നുള്ള ക്യാരക്ടർ ഒരു തരത്തിലൊരു മെത്തേഡ് ആക്ടിങ് തന്നെയാണല്ലോ. അപ്പൊ അതും അത്ര ഇന്റൻസ് ആയ ഒരു കഥാപാത്രം, ഇവരുടെ ഇമോഷൻസ് ഒക്കെ ഉള്ളിലുണ്ടല്ലോ. അത് തന്ന അതിന്റെ ഒരു ഭാരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ സിനിമ ജയ്ബീം ഇപ്പൊ ഞാൻ കാണില്ല. എവിടെയെങ്കിലും കാണാൻ എവിടെയെങ്കിലും വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണില്ല ടിവിയിൽ എവിടെയെങ്കിലും. അതേപോലെ അതിലെ പാട്ടുകള് ചില സമയത്ത് കേൾക്കുമായിരിക്കും, പക്ഷെ എനിക്കത് കണ്ടോണ്ട് അതിന്റെ സീൻസ് കണ്ടോണ്ട് പാട്ട് കേൾക്കാനല്ലേ കാണാൻ എനിക്ക് പറ്റില്ല. പാട്ട് മാത്രമായിട്ട് ഓക്കെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും അതിന്റെ ഡ്രോമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പോ തിയേറ്ററിലും കണ്ടില്ല സിനിമ അന്ന് റിലീസായ ആ സമയത്ത്. അത് OTT-ലാണ് അന്ന് കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. ഓക്കെ. ഞാൻ ഇപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലേ അതൊന്ന് കുടഞ്ഞു കളയാൻ ടൈം എടുക്കുക അങ്ങനെ ഞാൻ ഒരു ക്യാരക്ടറിനും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട്, ഒരു ക്യാരക്ടറും എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് തന്നിട്ടില്ല. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഈവൻ ഞങ്ങളുടെ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിനർ സൂര്യ എന്ന് പറയുന്ന സാർ, അവരെപ്പോഴും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ലിജോ ആയിട്ട് ചിന്തിക്കൂ, ലിജോ ആയിട്ട് ഇരിക്കുകയോ ചെയ്യരുത്, സെങ്കേനി ആയിട്ടിരിക്കണം, സെങ്കേനി ആയിട്ട് ചിന്തിക്കണം. ഇപ്പൊ സെങ്കേനിയുടെ തോട്ട്സ് ആയിരിക്കണം നിനക്കുള്ളിൽ വരിക. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ട്രെയിൻ ചെയ്തതിന്റെ ആയിരിക്കും, അത്രയും ഇന്റൻസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തത് കൊണ്ടായിരിക്കും അതിന്ന് ആ ഒരു ക്യാരക്ടറിന് ഇറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. ചില മൊമെന്റ്സിൽ എനിക്ക് അതിനെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴും ചില സീൻസ് ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ ആളുകൾ അതിനെ കുറിച്ച് ചില സീൻസിനെ കുറിച്ച് ചോദിക്കുമ്പോഴോ ഒക്കെ കണ്ണു നിറയൊക്കെ ചെയ്യും. പിന്നീട് ഇവരെ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മീറ്റപ്പ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല? ഇല്ല, മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും മണികണ്ഠനും ഞങ്ങളൊരു 1 year കഴിഞ്ഞിട്ട് എല്ലാരെയും പോയി മീറ്റ് ചെയ്യണം. ഞങ്ങളൊക്കെ ഇരുന്നൊരു ഈ ട്രെയിനിങ് സമയത്ത് ഞങ്ങളെല്ലാരും ഒരുമിച്ച് താമസിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ തന്നെ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മണികണ്ഠൻ ചേട്ടൻ പുള്ളി തിരക്കിലായി. അപ്പൊ അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വിളിക്കാറുണ്ട്, അവരെ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ആ ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നമ്മുടെ ലുക്ക് എന്താ, നമ്മുടെ എങ്ങനെയാ നമ്മൾ ഇരിക്കുന്ന പെർഫോം ചെയ്യുമ്പോൾ അതൊന്നും ആലോചിക്കാതെ എന്താണോ ആ വ്യക്തി അങ്ങനെയായി ചെയ്ത കഥാപാത്രമാണെന്ന് അത്രയും പുഷ് ചെയ്ത ഒരു കഥാപാത്രം പിന്നെ ഉണ്ടാവോ? ഇല്ല അങ്ങനെ അത് ഈ പറഞ്ഞ ആ ഒരു 1.5 മാസത്തിന്റെ ട്രെയിനിങ്ങിന്റെ ഇത് തന്നെയാണ്. അപ്പോഴും ഞങ്ങളോട് നീ നടക്കുന്നതിനെ കുറിച്ചോ ഇരിക്കുന്നതിനെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ബോധേഡാവരുത് എന്നൊക്കെ അങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ പിന്നെ ഞാൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ടായിരിക്കും. ഇല്ല, ഈ അഭിനയിച്ചു കഴിയുമ്പോൾ മോണിറ്റർ നോക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇല്ല? ഇപ്പോഴും ഇല്ല. എപ്പോഴെങ്കിലും ഓക്കെ പോയി ഒന്ന് കാണില്ല ചെയ്തത് എനിക്ക് തീരെ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ജസ്റ്റ് നോക്കും. അതല്ലെങ്കിൽ ഡയറക്ടേഴ്സ് പറയുകയാണോ ഒന്ന് കാണുമെന്ന് പറയുകയാണെങ്കിൽ പോയി കാണും. അല്ലാണ്ട് ഇപ്പോഴും സമയത്ത് പോയതേ ഇല്ല, ഒരു സിനിമ പോലും കണ്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. അപ്പൊ പെർഫോമൻസ് സിനിമയായിട്ട് കണ്ടപ്പോഴേ സ്വയം ഒരു അത്ഭുതം തോന്നിയോ? എനിക്ക് അത്ഭുതത്തേക്കാൾ അതിങ്ങനെ പറയും, നമ്മള് ഡബിങ്ങിന്റെ സമയത്ത് കാണും, അപ്പോഴാണ് എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പൊ ചില സമയത്ത് ഇത് അത്ഭുതത്തെക്കാളും കൂടുതൽ അയ്യോ ഇത് ഇങ്ങനെയാണോ ഞാൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ളൊരു തോട്ടാണ് എപ്പോഴും വരാറുള്ളത്. ജയ്ബീമിന് അങ്ങനെ ഒരു അത്ഭുതം എന്ന് പറയാൻ അങ്ങനെ നമുക്ക് എത്ര സീനുകൾ തോന്നിയിട്ടുണ്ട്. അത്ഭുതം എന്ന് പറയാൻ ഓക്കെയാണ്, ശരിയാണ്. ചില സീൻസിൽ എനിക്ക്
ഞാൻ ആ മൊമെന്റിൽ ആയിട്ടുണ്ട്. അതായത് ഇപ്പം എനിക്കറിയാം ഞാൻ അഭിനയിച്ചിരിക്കുന്നതാണെന്ന് അറിയാമെങ്കിലും ചില സീൻസ്, ഇപ്പൊ ആ പോലീസ് സ്റ്റേഷനിലുള്ള സീൻസ്, അങ്ങനത്തെ 1-2 സീൻസ് ഒക്കെ വരുമ്പോ എനിക്ക് ഞാൻ ഇമോഷണൽ ആയിട്ടുണ്ട്. ഓക്കെ. ഈ മെത്തേഡ് ആക്ടിംഗ് എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ അവരായിട്ട് ചെന്നിരുന്ന് കുറച്ച് നാൾ സ്പെൻഡ് ചെയ്യുക, അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? അല്ലെങ്കിൽ അല്ലാതെ സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യം വരാറില്ലല്ലോ. അപ്പൊ അത് തരുന്നൊരു അഡ്വാൻറ്റേജ് എന്താ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ ജോഗ്രഫി എന്താണോ ഒന്നും അറിയില്ല. അവരുടെ ഭക്ഷണ രീതി, അവരെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അതിലേക്കാവുക അല്ലെങ്കിൽ അവരിൽ ഒരാളാവുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ട്രെയിനിങ് തന്നെയാണ്. ഇപ്പൊ ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളതോ നമ്മൾ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതെ. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ സെങ്കേനി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അവരുടെ ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റിയെന്നല്ലാണ്ട് അവരെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയില്ലാത്ത ഒരു ക്യാരക്ടറിനെ കുറിച്ച് അതിനെ നമ്മൾ ആ ഒരു ക്യാരക്ടർ ആയി മാറുക എന്ന് പറയുന്നത് ഇങ്ങനൊരു ട്രെയിനിങ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അതിനുശേഷം ഇറങ്ങുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? ഇപ്പം ആ ഒരു മടി മാറിയിട്ടുണ്ടോ? തിയേറ്ററിൽ പോയി കാണും, വേറെ വഴിയില്ല. കാരണം നമുക്ക് പ്രിവ്യൂ ഉണ്ടാവില്ലോ. അപ്പൊ പ്രിവ്യൂന്ന് നമ്മൾ പോയേ പറ്റുള്ളൂ, കണ്ടേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് കാണും. ഈ ഓഡിയൻസിന്റെ കൂടെ ഇന്ന് കാണുമ്പോൾ ഒരു ഫീല്, അത് ഇപ്പൊ പറയാറുണ്ടല്ലോ, ഒരു അറിയപ്പെടുന്ന ഒരു ഇൻട്രോ ആയിട്ടാണ് ലിജോ. അപ്പൊ ഓഡിയൻസിനോട് സിനിമ കാണാൻ പോയിരിക്കുമ്പോഴേ ആ ഒരു ആങ്സൈറ്റി ആണോ അല്ലെങ്കിൽ സിനിമ എൻജോയ് ചെയ്യാണോ? എന്താ? ആങ്സൈറ്റി ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം എനിക്ക് ഞാൻ ഡബിങ്ങിന്റെ സമയത്ത് നമ്മൾ കാണുന്നതുകൊണ്ടൊക്കെ പെർഫോമൻസ് എന്താണെന്ന് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ ഒരു ക്രൗഡിന് ഇടയിൽ പോയിരുന്ന് കാണുമ്പോൾ എപ്പോഴും ആങ്സൈറ്റി ആണ്. എന്തായിരിക്കും എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള അതുണ്ടാവും. എനിക്ക് അതിന് ശേഷം ഭയങ്കര ടച്ച് ചെയ്തത് സ്റ്റെഫി പൊന്മാലിന്റെ കഥാപാത്രമാണ്. അത് ഭയങ്കരമായ ക്രൂക്കഡ്നെസ് ഉണ്ട്, ഒരു കണ്ണിങ് ആണ്. പക്ഷെ തുടക്കമൊന്നും അങ്ങനെയല്ല, പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെഫിയുടെ ഒരു ഗ്രാഫ് പോകുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ സ്റ്റെഫി എന്ന കഥാപാത്രം കിട്ടുമ്പോൾ എന്താ ഹുക്ക് ചെയ്തത്? ആ ക്യാരക്ടറിന്റെ ആർക്ക് തന്നെ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അതിന് ആദ്യം നമ്മൾ കാണുമ്പോൾ അവളുടെ മനസ്സിൽ എന്താന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവില്ല ഒരു പോയിന്റ് വരെ. ആ ഇന്റർവെൽ ബ്ലോക്ക് വരെയും അവള് ചിലപ്പോൾ സ്വർണം കൊടുത്തേക്കാം, അവൾ ഇതിലൊന്നും ഇൻവോൾവ് അല്ല അങ്ങനെ ഒരു ഇതായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് അവളുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് ഈ പറയുന്ന ഇന്റർവെൽ ബ്ലോക്കിന് തൊട്ട് മുന്നെയാണ് മനസ്സിലാവുക. അപ്പൊ ആളുകൾക്ക് അവളോട് ദേഷ്യം വരുന്നു. അതിനുശേഷം പിന്നീടാണ് അവൾക്ക് റിയലൈസേഷൻ വരുന്നത്. അപ്പൊ ആ ഒരു ആർക്കാണ് എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയത്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആളുകൾക്ക് ദേഷ്യം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പൊ അത് രസമായിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ആ കഥ മൊത്തത്തിൽ കേട്ടപ്പോ ജ്യോതിഷേട്ടൻ നറേറ്റ് ചെയ്തപ്പോ തന്നെ അത് നല്ല രസമുള്ളൊരു ക്യാരക്ടർ, ഒരു സിനിമയാണെന്ന് തോന്നി. നല്ല കഥയാണ്. അപ്പൊ അതാണ് മെയിനായിട്ട് എന്റെ ഈ ക്യാരക്ടറിന്റെ ആ ഒരു ആർക്ക്, ആ ഒരു ഷിഫ്റ്റ് വരുന്നത്. ഈ ഗോൾഡ് കാണുമ്പോൾ ഒരു ചിരി ഉണ്ടല്ലോ, അപ്പൊ ആ ചിരി കുറച്ച് നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അത് എന്ത് തരം ചിരി ആവണമെന്നാ ഡയറക്ടർ പറഞ്ഞത്? അതായത് ഭയങ്കരമായിട്ട് അങ്ങ് മഞ്ഞളിച്ചു എന്നല്ല, പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു സട്ടിൽ വേർഷൻ കൊടുക്കണമെന്നാണ്. ഓക്കെ. ഞാനും അത് ചോദിച്ചിരുന്നു, ഇത് എന്ത് ചിരി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്തോ കുറച്ചുകൂടി ലൗഡായിട്ടുള്ള എന്തോ ചെയ്തു, കുറച്ചുകൂടി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അത്രയും നമുക്ക് വേണ്ട, കുറച്ചുകൂടി സട്ടിലായിട്ട് പിടിക്കാം. പക്ഷെ അത് സ്വർണം കണ്ടിട്ടുള്ള ഒരു ഇത് തന്നെ ആവണം എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ തമ്മിലൊരു സ്പാർക്ക് ഉണ്ടാവുന്ന സീനുകളിലേക്കൊക്കെ വരുമ്പോൾ ഒരു രസമുണ്ട്. കുറെ നാളായി നമ്മൾ അങ്ങനെ നായകനും നായികയും തമ്മിൽ ഒരു അടുപ്പം തോന്നുമ്പോൾ നമുക്കും അയ്യോ രസ, അങ്ങനെ അവർ തമ്മിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള സിനിമകൾ വന്നിട്ട് കുറച്ച് നാളായിട്ട് അങ്ങനെ തോന്നി. അപ്പൊ മൊത്തത്തിൽ ആ കഥാപാത്രം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോഴും ഈ സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു? അതുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ജയ്ഭീമിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെയും അല്ലെങ്കിൽ എനിക്ക് കണ്ടിട്ട് കുഴപ്പമില്ല, ഓക്കെയാണ് എന്ന് പിന്നെയും അങ്ങനെ കാണാൻ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് പൊന്മാനാണ്. പൊന്മാൻ കുറെ സ്ഥലങ്ങളിൽ പക്ഷെ പോയി കാണേണ്ട വരികയും ചെയ്തിട്ടുണ്ട്. റിവ്യൂന് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ, പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്റർ റെസ്പോൺസിന്റെ സമയത്ത് പോയി നമ്മൾ തിയേറ്ററിൽ ഉണ്ടാവും. അപ്പൊ അത് ആ ക്ലൈമാക്സ് സീൻസ് ആയിരിക്കും കാണുക. അപ്പൊ അത് തന്നെ കുറെ തവണ അങ്ങനെ കണ്ട് രസമായിട്ടുണ്ട്. ആൾക്കാരുടെ കാണുമ്പോ ആ സമയത്ത് ഓക്കെ. ആളുകൾ നേരിട്ട് വന്ന് പറഞ്ഞ റെസ്പോൺസ് എന്തായിരിക്കും ഈ സിനിമ കണ്ടിട്ട്, പ്രത്യേകിച്ച് പൊന്മാൻ കണ്ടിട്ട്? എനിക്ക് തോന്നുന്നു ബേസിലാണ്. ഇപ്പൊ എന്റെ ക്യാരക്ടറുടെ ആദ്യം ആളുകൾക്ക് ഒരു ദേഷ്യമാണല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ഓക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ കണ്ടിട്ടില്ല, ആ ഒരു സാധനം വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിരുന്നു എന്നുള്ള രീതിക്ക് മൊത്തത്തിൽ പടത്തെ കുറിച്ചും
ബേസിലിനെ കുറിച്ചും സജിനെ കുറിച്ചൊക്കെ എല്ലാരെ കുറിച്ചിട്ടും അങ്ങനെയുള്ള അഭിപ്രായമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ ബേസിന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ കുറെ നാൾക്ക് ശേഷം ഭയങ്കര ഡിഫറെന്റ് ആയി ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സംശയത്തിലേക്ക് വരുമ്പോഴും ഇതുവരെ ഇല്ലാത്ത കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഒരു ഹ്യൂമറിന്റെ ഒരു മീറ്ററിലൂടെയാണല്ലോ ഇത് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുമ്പോഴേ സാധാരണ ഭയങ്കര ഇന്റൻസ് ആയ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഇത് കിട്ടുമ്പോൾ ഒരു ഹോംവർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ പിടിക്കണം, അതോ ഡയറക്ടർ പറയുന്നതാണോ? ഡയറക്ടർ പറയുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് വേണം എന്ന് പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ രാജേഷ് ചേട്ടന് അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ഇന്റൻസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്ത് എനിക്ക് വേറെ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം ഒന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സംശയം വന്നത്. അപ്പോൾ കേട്ടപ്പോ രസമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അതില് സിറ്റുവേഷനോ അല്ലെങ്കിൽ അതിൽ നമ്മൾ പറയുന്ന സബ്ജക്റ്റോ സീരിയസ് ആണെങ്കിലും അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ആളുകൾക്ക് കാണുമ്പോൾ ചിരി വരുന്ന രീതിക്കുള്ള കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ഒക്കെയാണ്. അപ്പൊ അത് രസം ഉണ്ടാകും അങ്ങനെ ചെയ്ത് നോക്കിയാലെന്ന് വിചാരിച്ചു. പിന്നെ രാജേഷ് ചേട്ടനാണെന്നല്ല ഇങ്ങനെ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് എന്താണ് അതിന് ട്രൈ ചെയ്തു ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടൊന്നും പോയി ചെയ്തു. സ്ലാങ് ഒക്കെ പിടിച്ചു പെട്ടെന്ന്? അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, അതങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കി. ഈ ഡയലോഗ് ഡെലിവറിയിലൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പം സിനിമകൾ കാണുമ്പോഴേ ബാക്കിയുള്ളവരെങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ലെജൻസ് ആയുള്ള ആൾക്കാർ എങ്ങനെ പറയുന്നു, ആ രീതിയിലുള്ള ഒരു പഠനം, അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പം അതെങ്ങനെയാ ഇപ്പം ആക്ടർ ആയതിനു ശേഷം സിനിമ കാണുന്നത് എങ്ങനെയാ? ചിലപ്പോ പെർഫോമൻസുകൾ ശ്രദ്ധിക്കാറുണ്ട്. മുമ്പ് ഞാൻ അങ്ങനെ ആ മൂവി എൻജോയ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ മൂവി എൻജോയ് ചെയ്യും, പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ കാണുകയാണെങ്കിൽ അത് അവരെങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ. ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് കണ്ടിട്ട് ചെയ്തു നോക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പൊക്കെ പലരും അങ്ങനെ ചെയ്തു നോക്കാറ്. അങ്ങനെ എന്തെങ്കിലും ശീലങ്ങളുണ്ടോ? ഇല്ല അങ്ങനെ ഇല്ല. പിന്നെ എനിക്കൊന്ന് ചില സമയത്ത് ചില സിനിമകൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് വീട്ടിലിരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് പോസ് ചെയ്യാലോ. അപ്പൊ അവര് ആ ചെയ്തിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കേട്ടോ, പുറത്തല്ല. അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും. ഈ സിനിമ നടിയാന് ശേഷം സിനിമ കാണൽ കൂടിയിട്ടുണ്ടോ? സിനിമ ഉണ്ട്. പക്ഷെ സിനിമ നടി ആയതുകൊണ്ട് എന്നല്ല, എനിക്ക് തോന്നുന്നു ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ സിനിമ കാണുന്നുണ്ട്, തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾ. കാരണം എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാട് സിനിമകൾക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴും ഞാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊണ്ടുപോയാലൊക്കെ പോകുള്ളൂ, അല്ലാണ്ട് അവരായിട്ട് പോകുന്ന ആളുകളൊന്നും അല്ല വീട്ടിലുള്ള. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഏൺ ചെയ്ത് തുടങ്ങിയ സമയം തൊട്ടിട്ടാണ് ഞാൻ അന്ന് തൊട്ടേ പോകുന്നുണ്ട്. ഇപ്പം കുറച്ചുകൂടെ കൂടി. അതെ, ഇപ്പൊ ഇതൊരു പ്രൊഫഷൻ കൂടിയാണല്ലോ. അപ്പൊ അതിന്റെയും കൂടെ ഭാഗമായിട്ട് കുറച്ച് കൂടുതലുണ്ടോ? അതിന്റെ ഭാഗമായിട്ടൊന്നുമില്ല, സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. ഇപ്പം കുറച്ചും കൂടിയൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയിലൊക്കെ പോയി സിനിമ കാണാനൊക്കെ ഉള്ള ഫൈനാൻഷ്യലി ആണെങ്കിലും കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി കാണുന്നു. അപ്പൊ വീട്ടില് കാണുന്നില്ല. ഇപ്പൊ ലിജോയുടെ സിനിമ ഇറങ്ങുമ്പോഴും അവര് ലിജോയായിട്ട് കൊണ്ടുപോകുമ്പോഴാണോ? അല്ലാണ്ട് പോകുന്നത് കുറവാ. ആണോ? വീട്ടില് സിനിമകൾ സംസാരിക്കാറുണ്ടോ? ചെയ്ത സിനിമകളെ കുറിച്ച് അമ്മയൊക്കെ സംസാരിക്കാറുണ്ടോ? ഇല്ല. ഇപ്പൊ ഏതാ സിനിമ ചെയ്യുന്നത്, എന്റെ ക്യാരക്ടർ എന്താ, ജസ്റ്റ് കഥ എന്താ ചോദിക്കും, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് അങ്ങനെ ഏതെങ്കിലും പെർഫോമൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്റെ വീട്ടിൽ എനിക്കൊന്ന് അരുണിന്റെ വീട്ടിലാണ് പിന്നെ അങ്ങനത്തെ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മമ്മി കുറെ വായിക്കും, മമ്മി സിനിമകൾ ഒത്തിരി കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ ചെറുപ്പം തൊട്ട് മമ്മിയുടെ ആംഗ്ലമാരുടെ ഒക്കെ കൂടെ തിയേറ്ററിൽ പോവുക, സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് മമ്മിക്കാണ് കുറച്ചും കൂടി സിനിമകളോടൊക്കെ ഇഷ്ടം. അപ്പൊ മമ്മിയാണ് കൂടുതലും അതിന്റെ ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കാൻ തരുമോ, മമ്മി വായിക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. മമ്മി അതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്റെ വീട്ടിൽ എന്റെ അനിയത്തി ചിലപ്പോ ചോദിക്കാറുണ്ട്. അമ്മ അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ ചോദിക്കും പറയുന്നില്ല. മമ്മി പറഞ്ഞിട്ടുള്ള ഒരു ഏത് കഥാപാത്രമായിരിക്കും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്? മമ്മിക്ക് സെങ്കേനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇപ്പൊ പൊന്മാൻ സ്റ്റെഫിയുടെ ക്യാരക്ടർ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബേബികളിൽ എന്താ ക്യാരക്ടർ? എന്താ? അതൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ ഒരു ട്രാവൽ റോഡാണ്. നിവിൻ പോളിയാണല്ലോ അല്ലെ? അതെ അതെ. സംഗീതം ഞാനുമാണ്, ഞങ്ങൾക്കാണ് കൂടുതൽ കോമ്പിനേഷൻസ്. നിവിനായിട്ട് ഉണ്ട്, നിവിനായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. ഞാനും സംഗീതും ബ്രദറും സിസ്റ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിവിനായിട്ട് ഷൂട്ട് ചെയ്തോ? അതോ? കഴിഞ്ഞു. ഞങ്ങളുടെ കോമ്പിനേഷൻ കഴിഞ്ഞു. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെയാണ്, രസമായിരുന്നു. തമാശയൊക്കെ പറയും ഇങ്ങനെ ഇടയ്ക്ക് ചില ഇതില്. ഞാനിങ്ങനെ നമ്മളിങ്ങനെ ആരാധനയോടെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കോമ്പിനേഷൻ ആണെങ്കിലും ഭയങ്കര ഒരു
2-3 സീൻസ് അത്രേ ഉള്ളൂ. അതിന്റെ അത്രേ ഉള്ളൂ പരിചയം. Okay. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല. ഈ ആദ്യം പറഞ്ഞല്ലോ ഇങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ടായ, അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സിനിമ സെറ്റിൽ ചെല്ലുക, ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ അഭിനയിക്കുക, അതൊക്കെ എങ്ങനെ ഈസി ആവുന്നത്? ഇല്ല, ആദ്യത്തെ ഒരു 2-3 ദിവസം ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പോഴും ഉണ്ട്. ഓക്കെ. ഒരു 3-4 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഫുൾ ക്രൂവിനെ കണ്ട് പരിചയമായി എന്നുള്ളപ്പോ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആദ്യത്തെ ഒരു 3-4 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആരെ എങ്ങനെ നോക്കൊന്നുമില്ല, ഡയറക്ടർ എന്താണോ പറയുന്നത് അത് പോയി ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു, തിരിച്ച് ഞാൻ എവിടെ വന്നിരിക്കുന്നു അവിടെ ഇരിക്കുന്നു, ഒതുങ്ങിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ക്യാമറ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ അങ്ങനത്തെ അത് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ. ആൾക്കാരെ എൻകൗണ്ടർ ചെയ്യാനാണ് സംസാരിക്കുക, അതാണ് ബുദ്ധിമുട്ട്. ക്യാമറയുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു ഞാനും എന്റെ ഒരു കോ ആക്ടറും ഞങ്ങൾ ആ സമയത്ത് ആ ഒരു മൊമെന്റിൽ അത് പെർഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒരുപാട് പേര് നോക്കി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോൺഷ്യസ് ആവും. പക്ഷെ അങ്ങനെ ആരെങ്കിലും നോക്കി നിൽക്കുകയാണെങ്കിൽ മാത്രം അവരോടൊന്ന് മാറാൻ പറയൂ. ഓക്കെ. ഈ കഥാപാത്രം ആകാനുള്ള അങ്ങനെ തയ്യാറെടുപ്പുകൾ കുറച്ച് ടൈം എടുക്കുക അങ്ങനെ വരാറുണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന ആളാണോ? എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസം ആവും നമ്മൾ ക്യാരക്ടർ മനസ്സിലാക്കി. ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു, നമ്മളിപ്പോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സീൻസ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അത് പ്ലസ് നമ്മൾ ഡയറക്ടർ എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നതെന്നും കൂടി ഉള്ളതിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ നമ്മൾ ഷൂട്ട് തുടങ്ങി ഒരു 1-2 ദിവസമൊക്കെ ആവും. പിന്നെ കുഴപ്പമില്ല. പക്ഷെ ചില സീൻസ് ചെയ്യാനല്ല, ചില സിറ്റുവേഷൻസ് കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ സീൻസോ ഒക്കെ ആണെങ്കിൽ അതിലേക്കൊന്ന് കയറാൻ എനിക്കൊരു 1-2 മിനിറ്റ് എങ്കിലും കുറച്ച് ഇമോഷണലോ അങ്ങനത്തെ സിറ്റുവേഷൻ, അങ്ങനത്തെ സീൻസിനൊന്ന് പ്രിപ്പയർഡ് ആവാൻ ഒരു 1-2 മിനിറ്റ് ചില സമയത്ത് വേണ്ടി വരാറുണ്ട്. അതിങ്ങനെ ഭയങ്കര സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടോ, ഇങ്ങനെ ചിലപ്പോൾ കരയാനോ അല്ലെങ്കിൽ കണ്ണ് നിറയണം എന്നൊക്കെ പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞാൽ ഒരു മിനിറ്റ് അത്രയ്ക്കൊരു സമയം എടുക്കാറുണ്ട്. ഈ തമിഴിൽ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം എന്താ? അതായത് ഒരുപാട് തമിഴിൽ നിന്ന് മലയാളത്തേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വരാറുണ്ട് അല്ലേ? അപ്പം അതിന്റെ ഒരു രസം എന്താ? അതിന്റെ രസം എന്താന്ന് ചോദിച്ചാൽ അവിടെ ലാംഗ്വേജിന്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ, അല്ലാണ്ട് ബാക്കി വർക്ക് ചെയ്യണതൊക്കെ ഒരേപോലെയൊക്കെ തന്നെ. അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ ഇപ്പൊ അവിടെയും ഒരു ഫണ്ണൊരു മൂവിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് ജയ്ഭീമിന് ശേഷം അവിടെ നിന്നും വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ചിലപ്പോൾ ചില ഇന്റൻസ് ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്ന് മാറി കുറച്ചുകൂടി ഫണ്ണായിട്ടുള്ള ഒരു മൂവിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതല്ലാണ്ട് അങ്ങനെ ഒരു തമിഴിൽ ചെയ്യേണ്ടതിന്റെ അങ്ങനെ ഒരു രസം എന്ന് പറയാൻ ഒന്നുമില്ല. ലാംഗ്വേജ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഇപ്പൊ എനിക്കൊന്ന് ഇപ്പൊ കുറച്ചുകൂടി തമിഴിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു സമാധാനമുണ്ട്. മുമ്പ് എനിക്ക് കുറച്ചുകൂടി ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് ഒക്കെ നമുക്ക് ഡയലോഗ്സ് മാറ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് വേറെ എന്തെങ്കിലും ഡയലോഗ് അഡീഷൻ ചെയ്ത് തരുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് പാനിക് ആവരുത്. മലയാളമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കി നമുക്ക് പെർഫോം ചെയ്യാം. തമിഴിൽ അത് കാണാപ്പാടം പഠിക്കണം. അപ്പൊ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ചുകൂടി ഡയലോഗ് ബൈ ഹാർട്ട് ആവാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലേ എനിക്ക്. അല്ലാണ്ട് ഈ പ്രോംപ്റ്റ് ചെയ്ത എന്റെ ഫുൾ കോൺസെൻട്രേഷൻ അതിലേക്ക്. പ്രോംപ്റ്റ് ഇപ്പോഴും ഉണ്ടല്ലേ? ഉണ്ട്. സീനിയർ ആക്ടേഴ്സ് കുറെ പേരൊക്കെ പ്രോംപ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ. ഈ ഒരു സീരീസ് വരാനില്ലേ? എപ്പോഴത്തേക്കാ? ജൂലൈ ആയിരിക്കും. ഓക്കെ. അതെന്താ കഥാപാത്രം? അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്. ഓക്കെ. ഹർഷദൊക്കെയാണ് അതിന്റെ റൈറ്റർ. പുഴു ഉണ്ട ഒക്കെ ചെയ്തിട്ടുള്ള. ഡയറക്ടർ അൻസാറിലാണ് പേര്. ഫസ്റ്റ് ടൈം ഡെബ്യൂ ആണ്. പക്ഷെ നന്നായി വന്നിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആയതുകൊണ്ടാണ് അത് ഇത്രയൊക്കെ ഒരു ഡിലേ വരുന്നതെന്ന് തോന്നുന്നു അതിന്റെ റിലീസ് തന്നെ. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ്. ഇല്ല, നമ്മൾ സ്ഥിരം നമ്മുടെ സിനിമകളിൽ ഇവിടെ കാണുന്ന സിനിമകളുടെ അല്ലെങ്കിൽ സീരീസ് ആയിക്കോട്ടെ അതിന്റെ വേറൊരു വേർഷനെ പറയാൻ പറ്റില്ല. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ അറിയില്ല. എത്ര എപ്പിസോഡാ? 9 എപ്പിസോഡ്. ജൂലൈ 40 മിനിറ്റ്സ് വരുന്നു ഓരോ എപ്പിസോഡും അല്ലെ? ജൂലൈയിൽ ഇറങ്ങും അല്ലെ? ജൂലൈയിൽ ഇറങ്ങും. സോണി ലിവിലാണ് വരിക. അപ്പൊ അതും തമിഴ് പ്രോജക്റ്റ് ആണ് ഇറങ്ങാറ്? വേറെ എന്തെങ്കിലും? ഇപ്പൊ ബേബി ഗേൾ ഇതും വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല? കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങുന്നൊക്കെ ഉള്ളൂ. ഓക്കെ. ഞാൻ ആലോചിക്കരുത് ഇപ്പൊ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോഴേ മീൻസ് വളരെ കുറവ്. ഇപ്പം ഇടുക്കി, എന്റെ വീട് മൂന്നാറാണ്. അവിടെ ഇടുക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. നമുക്ക് ഊഹിക്കാം എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു സിനിമ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ. എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ നിൽക്കുമ്പോഴേ എന്നുവെച്ചാൽ ഇത്രയും രസമുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. വേറൊരു ലൈഫാണല്ലോ ഒരു സിനിമയിൽ. ഒരു കഥാപാത്രമായി വേറൊരാളായി ജീവിക്കുക എന്നുള്ളതുണ്ടല്ലോ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത്?
അങ്ങനെ ചോദിച്ചാൽ ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്ന ആളൊന്നുമല്ല. ഇപ്പം ഞങ്ങള് കട്ടപ്പനയിലാണ് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ചെറിയ പ്രായത്തില് എപ്പോഴെങ്കിലൊക്കെ സിനിമയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ കട്ടപ്പനയിലാണ് പോവുക. വീട് കട്ടപ്പനയാണോ? അല്ലല്ല, കാഞ്ചിയാറാണ്. പക്ഷെ ഇപ്പൊ നമ്മള് മുണ്ടക്കയമാണ്, മുണ്ടക്കയത്തേക്ക് ഷിഫ്റ്റ് ആയി. മുണ്ടക്കയത്താണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ അങ്ങനെ പോയ ഓർമ്മയൊക്കെ ഉള്ളു. അത് കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ സിനിമ മഹേഷിന്റെ പ്രതികാരം ഞാൻ കാണുന്നത് ഇതേ കട്ടപ്പനയിലെ തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. അതെനിക്കൊരു ഞാൻ ഒരിക്കലും അങ്ങനൊന്നും നമ്മൾ ആലോചിക്കുന്നു, പ്രതീക്ഷിക്കുന്ന, സ്വപ്നം കാണുന്ന ഒന്നും ഇല്ലാത്തൊരു കാര്യം. അതെനിക്ക് പക്ഷെ എനിക്ക് സിനിമ കാണാൻ മടിയാണ്. കാരണം ഞാൻ അഭിനയിച്ചിരിക്കുന്നത് ഞാൻ കാണണമല്ലോ എന്നുള്ള മൈൻഡിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവിടെ തന്നെ ഞാൻ സിനിമ കണ്ടു വളർന്ന സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഒരു തിയേറ്ററിൽ എൻ്റെ ആദ്യത്തെ സിനിമ കാണുക എന്ന് പറയുന്നത് അതൊരു വേറൊരു ഇമോഷനായിരുന്നു. ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഞാനിങ്ങനെ എങ്ങനെ ഇവിടം വരെ എത്തി എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. കാരണം എനിക്ക് വേറെ പ്ലാൻസ് ഒക്കെ ആയിരുന്നു. PG കഴിയുന്നു, PhD ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ലെക്ചറർ ആവുന്നു, അങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഇത് വന്നതിൽ ഇപ്പോഴും ഞാനിങ്ങനെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണോ അതോ PhD കണ്ടിന്യൂ ചെയ്യണോ. PhD എനിക്ക് ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും PhD ചെയ്യണം എന്നൊക്കെ. അത് നോക്കണോ അതോ ഇനി വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യണോ എന്നൊക്കെ ഇടയ്ക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ഇപ്പോഴും ചില സമയത്ത് നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം ഇത് നമുക്ക് ഒരിക്കലും ഇതിനൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഈ ഒരു പ്രൊഫഷന്. നമുക്കിത് എത്ര കാലം, ഇപ്പൊ നമ്മളൊരു 60 വയസ്സ് വരെ അങ്ങനെയല്ലല്ലോ ഇത്. അതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇനിയിപ്പൊ എന്തെങ്കിലും വേറെ നോക്കണോ അങ്ങനെയൊക്കെ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇവിടം വരെയൊക്കെ എത്തിയതിൽ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ പോയാലും ആളുകള് മറ്റേ സിനിമാ നടി എന്നുള്ളതുണ്ടല്ലോ, അങ്ങനെ കാണുക, അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോ പ്രൈവസി ബാധിക്കപ്പെടുന്നുണ്ടോ? അതെനിക്ക് പ്രശ്നമുണ്ട്. ഇരിക്കുന്നത് എല്ലാവർക്കും ചിലരത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാനത് എൻജോയ് ചെയ്യാന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ആളുകളോടൊപ്പം ഭയങ്കര സ്നേഹത്തിൽ കാര്യമായിട്ടൊക്കെ വരുമ്പോ അവരെന്തെങ്കിലും സംസാരിക്കുമ്പോ എനിക്ക് തിരിച്ചെന്താ സംസാരിക്കണ്ടേന്ന് അറിയാത്തൊരവസ്ഥ. പരിചയമില്ലാത്തവര് സിനിമ കണ്ടിട്ടൊക്കെ വരുന്നതല്ലേ, അതൊരു ബുദ്ധിമുട്ടാവാറുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ അത് എന്റെ ക്യാരക്ടറിന്റെ കുഴപ്പമാണ്, അല്ലാണ്ട് അവരുടെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം മാസ്ക് ഒക്കെ വെച്ചിട്ട് പുറത്തിറങ്ങും അങ്ങനെ. കാരണം എനിക്ക് പൊതുവെ എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. പണ്ട് തൊട്ടേ അത് ഞാനങ്ങനെ സ്റ്റേജിൽ കയറുമോ അങ്ങനത്തെ പരിപാടി. ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും എന്താ പറയാ, ആർക്കും അറിയാത്ത മറ്റേ സൈലന്റ് ആയിട്ടുള്ള കുറെ പിള്ളേരുണ്ടാവല്ലോ, അതിലുള്ള ഒരാളാ. ആർക്കും ഒരു ശല്യോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടോ? ഇല്ല, വളരെ കുറവാ. ഓക്കെ. 1-2 പേര്. എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ആണല്ലേ? എന്റെ ഡിഗ്രി സമയം തൊട്ടുള്ള ഒരാള്. ഓക്കെ. അപ്പൊ ഈ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അങ്ങനെ തോന്നാറുണ്ടോ? സംസാരിക്കും എല്ലാരോടും, പക്ഷെ എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് ക്ലോസ് ആവാനോ കുറച്ചധികം സമയം എടുക്കും. ഇപ്പൊ എല്ലാരോടും ഞാൻ പറയുന്നത്, ഇപ്പൊ ചിലര് എന്നോടൊന്ന് സംസാരിക്കുമ്പോൾ ജാടയാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന് എനിക്ക് കുറച്ച് സമയം വേണം. ആളുകളോട് സംസാരിച്ചൊന്ന് കംഫർട്ടബിൾ ആയി ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സമയം എടുക്കും. അപ്പൊ അത്രയും സമയം, അതിനേക്കാളും ഒരുപാട് സമയം വേണം എനിക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ. ഫ്രണ്ട്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ക്ലാസ്സിൽ കൂടെ പഠിച്ച പിള്ളേരായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കിങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ കാണണം എന്നൊക്കെ തോന്നുന്ന ഫ്രണ്ട്സ് വളരെ കുറവാണ്. ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളെ ഒന്ന് കാണണമല്ലോ. ഏതാണ്ട് എന്നെ പോലൊക്കെ തന്നെ അല്ല, എന്നെക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ്. ഞാനിപ്പോ ഓഡിഷന്റെ കഥ വേറൊരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്. ഓഡിഷൻ ചെന്നിട്ട് എനിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞ ആളാണ്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പം എന്റെ എക്സാം ഡേറ്റ് നോക്കി ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ആലോചിക്കാം അവരുടെ ഒരു ക്ഷമ അല്ലെ, ദിലീഷേട്ടൻ ടീമിന്റെ ഉണ്ണിമായ ചേച്ചിയുടെ ഒക്കെ ഒരു ക്ഷമ ആലോചിക്കാറുണ്ടോ? ഉണ്ട്. ഞാൻ കുറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉണ്ണിമായ ചേച്ചി ഇല്ലെങ്കിലല്ലേ, ഉണ്ണിമായ ചേച്ചി എന്നെ അത്രയും നിർബന്ധിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ സിനിമയിൽ വരില്ല, സിനിമ ചെയ്യില്ല. ഇപ്പൊ ഓഡിഷന് പോലും എന്നെ അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല ചേച്ചി, ഞാൻ വെറുതെ ഒരു ഫണ്ണിന് അല്ലെങ്കിൽ തമാശക്ക് ഫോട്ടോ അയച്ചതെന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉണ്ണിമായ ചേച്ചി അത് ചെയ്തില്ല, പിന്നെ നിർബന്ധിച്ച് എന്നെ അവിടെ കൊണ്ടുവന്നു. അതേപോലെ ഞാൻ ഓഡിഷന് ചെന്നപ്പോഴാണെങ്കിൽ ഇതേപോലെ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു, വേണേ അവർക്ക് പറഞ്ഞു വിടാം. അവരോട് ഇരുത്തി വീണ്ടും സംസാരിച്ച് എന്നെ കംഫർട്ടബിൾ ആക്കി സീൻസ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അന്ന് എനിക്ക് തോന്നുന്നു അത്രേ എനിക്ക് വിവരം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് യൂണിവേഴ്സിറ്റിയിൽ 75% താഴേക്ക് അറ്റൻഡൻസ് പോയാൽ അവര് ഇയർ ബാക്ക് അടിക്കും. അപ്പൊ എനിക്ക് ഒരു വർഷം കൂടെ വീണ്ടും അത് പഠിക്കുന്ന കാര്യം ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് മനസ്സിൽ അതാണ് ഉള്ളത്. അപ്പം പിന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി പറയാനും പറ്റില്ല, ഞാൻ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിക്ക് പൊക്കോളാൻ പറയുന്ന ഒരു ഡീനൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആരോടും പറയാണ്ട്
വേണം ഞാൻ ഇവിടെ വന്ന് അഭിനയിക്കാൻ. അപ്പൊ അതിന്റെ കൂടെ കുറെ ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ ഇയർ ബാക്ക് അടിക്കുക, എക്സാം എഴുതാൻ പറ്റാതെ വന്നാൽ പ്രശ്നമാകും എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് അത് പറഞ്ഞത്. എനിക്ക് എക്സാം ഉള്ളത് ഒന്ന് നോക്കിയിട്ട് ചെയ്യും. പക്ഷെ അത് അവര് ഭയങ്കര, എനിക്ക് ബെന്നിച്ചേട്ടനായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ, ബെന്നി കട്ടപ്പന. ഇപ്പൊ ആലോചിക്കുമ്പോ ബെന്നിച്ചേട്ടനൊക്കെ കട്ടപ്പന ലിങ്ക് ഇനി അതുകൊണ്ടാണോന്നറിയില്ല, ഭയങ്കര എന്താ ഒന്നും പറയാതെ അവര് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ എക്സാം ഡേറ്റ്സ് ഒക്കെ നോക്കി തന്നെയാണ്. അതും ഫസ്റ്റ് സിനിമയാണ്, ഫസ്റ്റ് സിനിമയിലെ കഥാപാത്രം അങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. കുറെ ഡിമാൻഡുകളോടുകൂടി. അപ്പൊ പിന്നെ കോളേജ് പ്രശ്നമായോ അറിഞ്ഞപ്പോ? ഇല്ല, ഡീന് മനസ്സിലായില്ല എന്തുകൊണ്ട്. ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു, പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ഈ മാസ്കോമിലൊക്കെ കുറെ പിള്ളേർക്ക് എന്നെ മനസ്സിലാവുന്നു. അപ്പൊ ഇങ്ങനെ തിരിച്ചറിയുന്നു, ആളുകൾ സംസാരിക്കാൻ വരുന്നു എന്നൊക്കെ കാണുമ്പോൾ പുള്ളി ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ വിറച്ചുന്ന സമയത്ത് വേറെന്തോ ഒരു കുട്ടി എന്തോ ഒരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. പിന്നെ മുമ്പിലേക്ക് പോയിട്ടില്ല. ബാക്കി ടീച്ചേഴ്സ്, ഒരു മലയാളി മാം ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി ഇത് അറിഞ്ഞിട്ട് ക്ലാസ്സിൽ മുഴുവൻ പാട്ടാക്കി. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞില്ല, ആകെ 2-3 പേരോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാം ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ എല്ലാവരോടും നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു മറ്റു സിനിമാ നടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലാഷ് ആക്കി. അതല്ലാണ്ട് ബാക്കി ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്താ ഒരു 1 വീക്ക് ആയിട്ടില്ല ഞാൻ പോണ്ടിച്ചേരി പോയപ്പോ, യൂണിവേഴ്സിറ്റി പോയി മാമിനെയൊക്കെ കണ്ട് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പോണ്ടിച്ചേരി ഭയങ്കര ഇഷ്ടമുള്ള, ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലം. ആ കോളേജ് കാലം ഭയങ്കര എൻജോയ് ചെയ്താണ്. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ള 2 വർഷം പോണ്ടിച്ചേരിയിൽ. പഠിത്തമല്ലാണ്ട് അവിടുത്തെ ഒരു എന്തായിരുന്നു? അവിടെ കറങ്ങ, ഓറോവിൽ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ എക്സ്പ്ലോർ ചെയ്യാം. മാതൃമന്ദിരം എന്ന് മാത്രമല്ല, ഓറോവിൽ ഏരിയ തന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ വേറൊരു വേറൊരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ടോ? ഓക്കെ, ഇപ്പോഴും അവിടെ തന്നെയായിരുന്നു. ആണല്ലേ? അവിടെ സെറ്റിൽ ആവാനാണോ ഇഷ്ടം? അതോ ഇഷ്ടമുണ്ട്. അവിടെ ആയിരുന്നു ഞങ്ങളൊരു 2-3 വർഷം അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടല്ലേ? കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രാവൽ ചെയ്യാനും ഒക്കെ എളുപ്പം, ഓരോ സ്ഥലത്തേക്ക് എത്തിപ്പെടാനൊക്കെ എളുപ്പം കൊച്ചിയിലാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആണെന്ന് കരുതി. പിന്നെ സിനിമയിൽ നിൽക്കുമ്പോ പക്ഷെ എന്തെങ്കിലും പോണ്ടിച്ചേരിയില് എനിക്ക് എപ്പോ പോകണമെന്ന് തോന്നിയാലും പോവാൻ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കൊള്ളാൻ തോന്നി. എന്താണെന്നറിയില്ല, പക്ഷെ എന്തോ എപ്പോഴും തിരിച്ചു പോകാനൊരു ഇഷ്ടമുള്ള സ്ഥലമാണ് പോണ്ടിച്ചേരി. ഈ ദിലീഷ് പോത്തൻ ആ ടീമിന്റെ അടുത്തുനിന്ന് ആ സിനിമ കഴിഞ്ഞിട്ടേ പിന്നെ അവരായിട്ടൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ സംസാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ പെർഫോമൻസ് ആകുമ്പോൾ വിളിക്കാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ അതും എന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഈ ആളുകളായിട്ട് ഈ കോണ്ടാക്ട് കീപ്പ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പം അതും കുറവാണ് എനിക്ക്. പക്ഷെ ഞങ്ങളൊരു സിനിമ ഒരുമിച്ച് ചെയ്തു കുറെ കാലത്തിന് ശേഷം. അയാം കാതൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ദിലീഷ് ചേട്ടന് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അന്ന് ദിലീഷ് ചേട്ടന് ഭയങ്കര സന്തോഷം എനിക്കും. കാരണം കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അന്ന് ഇങ്ങനെ കണ്ടപ്പോ ദിലീഷ് ചേട്ടൻ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് നിന്നെ ഇങ്ങനെ കാണുന്നതിൽ എന്ന് പറഞ്ഞു. അപ്പം ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊന്മാൻ കഴിഞ്ഞപ്പോഴൊക്കെ ശ്യാമേട്ടനായാലും ഉണ്ണിമായ ചേച്ചി ആയാലും ജയ്ബി കഴിഞ്ഞ സമയത്ത് ഒക്കെ അപ്പൊ ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് നോട്ട്സ് അയക്കുകയൊക്കെ ചെയ്യും. ദിലീഷ് ചേട്ടനാണെങ്കിലും ഇടയ്ക്ക് അങ്ങനെ. അല്ലാണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് വിളിച്ച് സംസാരിക്കുക, അത് ഇപ്പൊ ഈ പറഞ്ഞത് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞത്, അവളെ പോലും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് ഒരു 1.5 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ വെറുതെ വീട്ടിലിരിക്കുമ്പോ നമ്മളൊക്കെ ബോറടിക്കുക, എന്നാ ഫ്രണ്ടിനെ വിളിച്ചേക്കാം, ആ പരിപാടി ഒന്നുമില്ല? എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കും. സിനിമ കാണാൻ, പുസ്തകം വായിക്കും? അതുണ്ട്. സിനിമ കാണാറുണ്ട്, ബുക്സ് വായിക്കാറുണ്ട്. ഇത് രണ്ടും ഇഷ്ടമുള്ള പരിപാടിയാണ്. യാത്ര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം എന്നാണ് എപ്പോഴും ഇഷ്ടം. പോണ്ടിച്ചേരിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വന്നു, എപ്പോഴും അങ്ങനെ പറ്റാറില്ല. പോണ്ടിച്ചേരിക്ക് ആദ്യമായിട്ടാ ഒറ്റയ്ക്ക് പോകുന്നത്? അല്ലല്ല, പോയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്തും ഒക്കെ പോയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് സ്ഥിരം ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴാണ് എല്ലാരും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോ ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ്ട എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടല്ലാത്ത ട്രിപ്പുകൾ പോകാൻ ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാണ്ട് വെറുതെ ട്രാവൽ, അതും ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളായിരിക്കില്ല വീട്ടിലിരിക്കുമ്പോൾ. ഈ ആദ്യ സിനിമ തിയേറ്ററിൽ കണ്ട ഒരു എക്സ്പീരിയൻസേ, ആദ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നത്, അതെന്താ? അതിന്റെ ഒരു ഓർമ്മ എന്താ? എനിക്ക് ഭയങ്കര എംബാരസ്ഡ് ആയിരുന്നു. എന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടായിരുന്നു. കാരണം എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്, നമ്മളപ്പോ നമ്മുടെ കുറവുകളെ കാണുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്തിരിക്കുന്നതിൽ
ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മള് ഇത് ഞാൻ ഇങ്ങനെയാണോ ചെയ്തിരിക്കുക അങ്ങനത്തെ തോട്ട്സ് വരുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അന്നത് കുറച്ചും കൂടി കൂടുതലാണ്. ഞാൻ എന്റെ നെഗറ്റീവ്സ് മാത്രമേ കാണുന്നുള്ളൂ. അയ്യേ എങ്ങനെ ഇരുന്നിട്ടാണ് സിനിമ കണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആളുകൾ നല്ല റെസ്പോൺസ്, നമുക്ക് നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോഴാണ് ഓ കുഴപ്പമില്ല എന്നൊന്ന് തോന്നുന്നു. അങ്ങനെ. പക്ഷെ അത് ഭയങ്കര മോശമായിരുന്നു. ആദ്യത്തെ സിനിമ തിയേറ്ററിൽ കണ്ടത് ഭയങ്കര ഇതായിട്ടാണ് ഞാൻ കണ്ടത്. നമ്മളൊക്കെ എത്ര വട്ടം മറ്റേ സൗകര്യമായിട്ടുള്ള ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, സിനിമ കണ്ടിട്ട് അതൊക്കെ എത്ര വട്ടം പിന്നെയും വെറുതെ സീനുകൾ എടുത്ത് കാണും. ഭയങ്കര രസമാണല്ലോ അത് കാണാൻ. എനിക്കാണ് ബുദ്ധിമുട്ട്. ഇപ്പോഴും കാണില്ല. ആദ്യം ഷൂട്ട് ചെയ്ത് അത് തന്നെയായിരുന്നു? അല്ലല്ല, ഇതിലാദ്യം ആ മരണ വീട്ടില്, അതായത് അനുശ്രീ ചേച്ചിയുടെ ഫാമിലി മെമ്പർ മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി വരുന്നൊരിതാണ്. അപ്പം മഹേഷ് പുള്ളിയാണ് ഫോട്ടോ എടുക്കുന്നത്, ഫഹദ്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ അപ്പനെ നോക്കി ചിരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് ഷോട്ട് പടത്തിൽ. ഫസ്റ്റ് ക്യാമറ നിൽക്കുമ്പോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ക്രൗഡിനിടയിലാണ്. അപ്പൊ അത് എന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എനിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇതാ എന്താ പറയാ ആക്ഷൻ പറയുമ്പോ നീ അപ്പനെ നോക്കി ചിരിക്കണം എന്ന് പറഞ്ഞപ്പോ ആരാ അപ്പൻ എന്താ ഒന്നും എനിക്കറിയില്ല. എനിക്ക് അലഞ്ചറേട്ടനാന്നും അറിയില്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നു അലഞ്ചറ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതായിരിക്കും അപ്പൊ എന്റെ അപ്പൻ എന്ന് വിചാരിച്ചു. ചിരിച്ചു എന്ന് പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു ചിരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയെ നോക്കി ചിരിച്ചു, അലഞ്ചറേട്ടനെ നോക്കി ചിരിച്ചു. അതാണ്. അപ്പം അത് ക്രൗഡിനിടയിലായതുകൊണ്ട് അപ്പൊ ഞാൻ ഓക്കെ ഞാൻ മാത്രമാണ് എന്നുള്ള ഒരു അങ്ങനത്തെ തോട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ആ ടീമിന്റെ കൂടെ വേറൊരു സിനിമ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല? ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന ആവശ്യമില്ലേ, ഇങ്ങനെ ഞാനിവിടൊക്കെ തന്നെ അറിയാലോ. അത് ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം അന്നൊന്നും അറിയാണ്ട് അഭിനയിച്ചതാണ്. ഇപ്പൊ അങ്ങനെയൊന്നല്ല, എന്തെങ്കിലുമൊക്കെ അറിയാന്നല്ല. പക്ഷെ അവരുടെ കൂടെ അന്ന് എനിക്ക് ദിലീഷ് ചേട്ടൻ എന്ത് പറയുന്നു അത് ചെയ്യുന്നു എന്നല്ലാണ്ട് ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കൊന്ന് കുറച്ചുകൂടെ ആ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി ആ ടീമിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം. ഈ സിനിമ ചെയ്ത് കഴിയുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാരും പറഞ്ഞ കാര്യം ശരിക്കും ഇടുക്കിക്കാരി ആ രീതിയിലായിരുന്നേ. പക്ഷെ ലിജോയുടെ ക്യാരക്ടറാണ് ഇപ്പൊ ഒരു ഇടുക്കിക്കാരി തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ അതിനുശേഷമുള്ള കട്ടപ്പന വരുമ്പോഴും പിന്നെയും ഇങ്ങനെ ഇപ്പം ഈ മൊണോട്ടണസ് ആയി പോവാണെങ്കിൽ സ്റ്റീരിയോ ടൈപ്ഡായി പോവാണ്ടിരിക്കുക എന്നുള്ളൊരു കോൺഷ്യസ് ഡിസിഷൻ പല ഘട്ടങ്ങളിലും എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു നായികയ്ക്ക് അങ്ങനെ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് പലരും പറയാറുണ്ട്, വരുന്ന സ്ക്രിപ്റ്റുകളുടെ എണ്ണം കുറവാണ്, വരുന്നത് ഇന്ന് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോകാൻ അതിന്റെ ഒരു റിസ്കിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല? ഉണ്ട്, എനിക്കും ബ്രേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ മഹേഷിന്റെ പ്രതികാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ കട്ടപ്പന പ്രതിഘോഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടും ഇടുക്കി എന്നുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും അത് തന്നെ വേറെ തരം ക്യാരക്ടേഴ്സ് ആണ്, ഒരേ പാറ്റേണിൽ വരുന്ന ക്യാരക്ടേഴ്സ് അല്ല. അപ്പൊ അതുകൊണ്ട് അത് രസമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെല്ലാം എനിക്ക് എന്തെങ്കിലും കണക്ഷൻ ഇടുക്കിയായിട്ട് ആ ക്യാരക്ടേഴ്സിന് ഉണ്ട് എന്നുള്ളത് വന്നപ്പോ എനിക്ക് തന്നെ ഇതെന്താ ഇങ്ങനെ വേറൊരു ക്യാരക്ടർ വരില്ലേ എന്നൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ എനിക്ക് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈവൻ നയാങ്കാതലിൽ പോലും എന്റെ ക്യാരക്ടർ ആക്ച്വലി ഇടുക്കിന്നാണ്. പക്ഷെ ഞാൻ എന്നെ കല്യാണം കഴിച്ച് പോയിരിക്കുന്നത് തൃശ്ശൂർ എന്നുള്ള രീതിക്ക് അങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ ഇടുക്കിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി പ്ലേസ് ചെയ്യാത്തതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് എനിക്ക് വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഇനി സിനിമ എന്നാ ചെയ്യണ്ട എന്നുള്ള രീതിക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് എന്തോ ഭാഗ്യം കൊണ്ട് ജെബിയും എനിക്ക് വന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ PhDക്ക് വേണ്ടിട്ട് ഞാൻ നെറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ ഒക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ വരെയൊക്കെ എത്തി. അപ്പൊ ഞാൻ അങ്ങനെ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരുന്നു. അപ്പോഴേക്കും നമ്മളെ ആളുകൾ മറക്കുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് അത്രയും സ്ക്രിപ്റ്റ്സ് വരുന്നില്ല, അല്ലെങ്കിൽ കോളുകൾ തീർച്ചയായിട്ടും കുറയും. അങ്ങനെ ഒരു ഗ്യാപ്പ് നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറയും, ആളുകൾ മറന്നു തുടങ്ങണം. അതൊക്കെ ഉണ്ട്, ഫാക്ടർ എപ്പോഴും ഉണ്ട് ഇപ്പോഴും. അതുപോലെ ഇപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആണ്. അതായത് സ്ക്രിപ്റ്റ്സ് വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ ഒക്കെ ഒന്ന് ഇടുക്കി എന്നുള്ളതിൽ നിന്നൊക്കെ ഒന്ന് മാറി അല്ലാണ്ട് ആളുകൾ ആലോചിക്കുന്നു. ഇപ്പൊ സംശയം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അല്ല, നേറ്റീവ് വേറെയാണ്, ഹ്യൂമർ എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ ആണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയും ആളുകൾ തന്നെ ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതിൽ അത് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കണ്ട, ഇപ്പൊ ലിജോ പറഞ്ഞല്ലോ ഭയങ്കര ഇന്റൻസ് സീരിയസ് കഥാപാത്രം ചെയ്യുമ്പോൾ ഭയങ്കര ക്രൂക്കഡ് ആയിട്ട് ഭയങ്കര വിറ്റിയായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു കഥാപാത്രത്തെയൊക്കെ ലിജോനെ കുറിച്ച് ആലോചിക്കുമായിരുന്നെങ്കിൽ ഞാനും ആലോചിക്കാറുണ്ട്. ആരെങ്കിലും ഇതുവരെ ചെയ്യാത്തൊരു
എന്തും ചെയ്യുന്ന, ഇങ്ങനെയാണോ നമുക്ക് ഒട്ടും പിടിതരാത്ത കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ആഗ്രഹമുണ്ട് എനിക്ക്. ഈ പറഞ്ഞാല് ഇത് എനിക്ക് ബേബി ഗേളിലാണെങ്കിലും അത് കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സഞ്ജയ് ചേട്ടൻ തന്നെ, ബോബി സഞ്ജയ് ചേട്ടൻ തന്നെ പറഞ്ഞു, ഇനി നിങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ ഒരു കോമഡി ഞങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയാം, എന്നോട് സംഗീതനോട്. കാരണം ഇതിലും ത്രൂ ഔട്ട് ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ എനിക്കും ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് മാറി ഈ ഇന്റൻസ് ക്യാരക്ടേഴ്സ് ചെയ്യാന്ന് പറയുന്നത് ആ ഇമോഷൻ കുറെ നേരം ഹോൾഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കര കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ടയേർഡ് ആകും. അങ്ങനെ അല്ലാണ്ട് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഭയങ്കര വിറ്റി എന്നൊന്നും പറയുന്നില്ല, ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഹ്യൂമർ, ലൈറ്റ് ഹ്യൂമേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കിട്ടുകയാണെങ്കിലും നല്ലത്. അതെന്തുകൊണ്ടായിരിക്കും എല്ലാരും ഇന്റൻസ് കഥാപാത്രങ്ങൾ? എനിക്ക് തോന്നുന്നു എന്നെ അങ്ങനെ കണ്ടതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് കട്ടപ്പന ഋതിക് റോഷൻ ആലോചിക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ആളുകൾ ആ സിനിമയെ കുറിച്ച് എപ്പോഴും ആളുകൾ പറയാറുണ്ട്, ആ ക്യാരക്ടറിനെ കുറിച്ച് ആയിക്കോട്ടെ, ആ സിനിമയെ കുറിച്ച് ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നെ വീണ്ടും അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ വിളിക്കുന്നില്ല എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ജയ് ഭീമിന് ശേഷമാണ് പറഞ്ഞ പോലെ ഇന്റൻസ് ക്യാരക്ടർ ആണെങ്കിൽ ലിജോ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു തോട്ട് ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ അങ്ങനെ വരുന്നതും ഈ പറഞ്ഞ ജയ് ഭീം എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത്. ജയ് ഭീം ഇപ്പൊ എല്ലാരും ലിജോക്ക് നാഷണൽ അവാർഡ് കിട്ടും. പിന്നെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു ലിജോക്ക് കിട്ടണമായിരുന്നു, അത് കിട്ടാത്ത. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട, അതിന് വേറെ കുറെ പൊളിറ്റിക്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. എക്സ്പെക്ട് ചെയ്താലാണല്ലോ നമുക്ക് വിഷമം. അപ്പൊ എക്സ്പെക്ട് ചെയ്യണ്ട എന്നുള്ളത് ആദ്യം തന്നെ ഷൂട്ടിന്റെ സമയത്തെ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ചെയ്തിട്ടേ ഇല്ല. നമ്മളങ്ങനെ മനസ്സിൽ അങ്ങനെ അത് ആലോചിച്ചിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ തന്നെ ഇരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജയ് ഭീമിലെ കഥാപാത്രത്തിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. പക്ഷെ മനസ്സിൽ തൊടുന്ന ഒരു അപ്രീസിയേഷൻ ഓർമ്മ വന്നാൽ അതാരായിരിക്കും, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കുറെ പേരുടെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് മെസ്സേജസ് വന്നിട്ടുണ്ട്, കോൾസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു. ഞാൻ ഒരിക്കലും അത്രയും വലിയൊരു റെസ്പോൺസ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നെ എന്റെ മേലെ എനിക്കൊരു കോൺഫിഡൻസ് സത്യത്തിൽ ആ സിനിമ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ ആ ഒരു തരത്തിലെ റെസ്പോൺസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. മഹേഷിന്റെ പ്രതികാരത്തിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് വന്നതെല്ലാം എന്താ പറയാ ഭയങ്കര സന്തോഷം തരുന്നതായിരുന്നു. ഇവിടുന്നൊക്കെ ആണെങ്കിലും ഒരുപാട് പേര്, ഇപ്പൊ ആക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അങ്ങനെ പല ഫീൽഡിൽ നിന്നുള്ള പല പല ആളുകൾ മെസ്സേജ് ചെയ്യുകയും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടായിരുന്നു. ഇപ്പൊ മുമ്പേ പറഞ്ഞല്ലോ ഒരു 60 വയസ്സ് ജോലി ഉണ്ടോ പറ്റില്ലല്ലോ, അപ്പൊ ചിന്തിക്കാറുണ്ടെന്ന്. എന്നാലും ഈ സിനിമ ഒരു ആക്ടർ എന്ന രീതിയിൽ ഈ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഈ ഇത്തരം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും. സ്റ്റിൽ എവിടെയാ കാണുന്നത്? ഞാൻ അങ്ങനെ കാണാനൊക്കെ പറ്റുന്ന ഒരു ഇതിലേക്ക് എത്തിയോന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഒരു ആഗ്രഹം എന്തായിരിക്കും? ആഗ്രഹം ഈ പറയണ പോലെ കുറെ കാലം പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് പല ഏജ് ഗ്രൂപ്പ്സിലുള്ള, ഇപ്പം നമുക്ക് പ്രായം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടി അത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാണ്ട് ഇത്ര വയസ്സ് വരെ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക്, ഈ ഒരു സ്റ്റേജിലേക്ക് അങ്ങനെ ഒന്നും ആഗ്രഹിക്കാറില്ല. ഈ ഇടുക്കിയിലൊരു ചൈൽഡ്ഹുഡിന്റെ ഒരു എന്ന് ഓർക്കുന്ന ഒരു മെമ്മറി എന്താ, അല്ലെങ്കിൽ ഭയങ്കര ടച്ചിങ് മെമ്മറി എന്തായിരിക്കും? അവിടെ ഈ വെക്കേഷന്റെ സമയത്ത് ഈ മാവില് കയറുക, മാങ്ങ പറിക്കുക, പിള്ളേരുടെ കൂടെ ഈ വെക്കേഷൻ നമ്മുടെ എക്സാം തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു നടന്നിട്ടാണ് ആ പോയിട്ടുള്ളത്. ഒരു 3 കിലോമീറ്ററോ 4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പൊ അന്നൊക്കെ നടക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ പകുതി പോലും നടക്കാൻ പറ്റാത്തത്. അപ്പൊ അന്നിങ്ങനെ അങ്ങനെ പിള്ളേരുടെ കൂടെ ഇങ്ങനെ നടക്കുക, നടന്നു അങ്ങോട്ടേക്ക് സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, ഈ പറയണ പോലെ ഉച്ചക്കഞ്ഞി. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പൊ എനിക്ക് തോന്നുന്നു 6 മാസത്തിന് മുന്നേ ഞാൻ തോന്നുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, അതുപോലൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. ഇപ്പോഴും അതുപോലൊക്കെ ഉണ്ട്, വലിയ മാറ്റമൊന്നും ഇല്ല. അത് ആ ഒരു മെമ്മറി ഒക്കെയാണ് ഈ പിള്ളേരുടെ കൂടെ അങ്ങനെ പോയിട്ടുള്ളത്. എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്, ആ വഴികളും അങ്ങനത്തെയൊക്കെ ഓർമ്മകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ മിസ് ചെയ്യാറുണ്ടോ താമസം മാറിയപ്പോ? ഉണ്ട്, എപ്പോഴും ആണല്ലേ. കാരണം ജനിച്ചു വളർന്ന സ്ഥലം അതാണ് എന്ത് പറഞ്ഞാല്. ഇപ്പൊ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വരം, അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് മിസ് ചെയ്യാറുണ്ട് എപ്പോഴും. പിന്നെ അവിടുത്തെ സൗഹൃദങ്ങളാണെങ്കിലും, പിന്നെ അങ്ങനെ ആ സമയത്ത് ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ. ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാനോ പിന്നെ ഇവരൊക്കെ എവിടെയാണെന്നൊന്നും അന്വേഷിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ കുറെ പേരൊക്കെ ഞാൻ സിനിമയിലായതിനു ശേഷം അവരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ കണക്ഷൻ ഒക്കെ പോയി. കാരണം അത് കുറെ വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ
ആ ഒരു ഗ്യാപ്പ് വരും. അവളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളായി. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് തന്നെ ആ ഒരു അടുപ്പം ഇപ്പൊ ഇല്ല. എന്നാലും അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇപ്പോഴും. നാട്, വഴികള് മെയിനായിട്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സിനിമ നല്ല നല്ല കഥാപാത്രങ്ങൾ, ഭയങ്കര ഡിഫറെന്റ് കഥാപാത്രങ്ങൾ വരട്ടെ. പ്രേക്ഷകരും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് വേറെ വേറെ ക്യാരക്ടർ. അതെ അതെ, ഡയറക്ടേഴ്സിന്റെ മനസ്സിലതുണ്ടാവട്ടെ. അതെ. താങ്ക് യു. താങ്ക് യു.